ഇങ്ങനെ കണ്ടത് ഇതുവരെ ഇല്ലാത്ത പോലെ ഇങ്ങനൊരു സ്വപ്നം എന്താ ഞാൻ കണ്ടത്? പുലർച്ചെ കാണുന്ന സ്വപ്നം ഫലിക്കുന്നാണല്ലോ പറയാറ്. ഈശ്വര, അരുണേട്ടന് അങ്ങനെ ഒന്നും സംഭവിക്കരുത്. അരുണേട്ടന് ആരോഗ്യവും ദീർഘായുസ്സോടെ എന്നും കാത്തോളേ. ഗംഗയുടെ ഫോൺ ഇവിടെ ചാർജ് ചെയ്യാനിട്ടിട്ട് അവളിത് എവിടെ പോയതാ? ഗംഗേ, ഗംഗേ, ഗംഗേ. അരുൺ, വാ കഴിച്ചിട്ട് പോവാം. ആന്റി, സത്യനാരായണൻ അങ്കിളിനെ നിങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് ഇവിടുന്ന് പറഞ്ഞയക്കാൻ നോക്കി. നിങ്ങളെ കൊണ്ടത് കഴിയാഞ്ഞപ്പോ ഗംഗയെ കൊണ്ടത് ചെയ്യിപ്പിക്കാനുള്ള പ്ലാൻ ഇടുകയാണല്ലേ? അയ്യോ, ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന മോന് തോന്നുന്നുണ്ടോ? ഗംഗയോട് ഇക്കാര്യത്തെ കുറിച്ച് ഞങ്ങൾ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ആ, എനിക്കെല്ലാം അറിയാം. നിങ്ങൾ വെറുതെ നുണ പറയാൻ നോക്കണ്ട. അയ്യോ, ഞാൻ സത്യം തന്നെയാ പറയുന്നത്. ആന്റി എന്നാ ചെയ്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് കഴിഞ്ഞതൊക്കെ മറന്നേക്ക്. ഇനി ഗംഗയെ കൊണ്ടത് ചെയ്യിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. എന്താ അരുൺ, ഞാൻ ഈ വീട്ടിൽ എല്ലാവർക്കും ആഹാരം ഉണ്ടാക്കിയിട്ട് മോനെയും ഗംഗയും ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നതാ. എന്നിട്ട് നീ എന്നെ തന്നെ കുറ്റം പറയല്ലേ? ശരി, ഇപ്പൊ ഗംഗ എവിടെ? എന്താ? അവളെവിടെന്ന് എനിക്കെങ്ങനെ അറിയാം? കാലത്ത് മുതൽ അവള് റൂമിലില്ല. അവള് കിച്ചണിലായിരിക്കുന്ന ഞാൻ കരുതിയത്. അരുൺ, അവള് കിച്ചന്റെ അവിടേക്ക് വന്നിട്ടേ ഇല്ല. അപ്പൊ പിന്നെ എവിടെ പോയതാ? ആ, ഒരു പക്ഷെ അച്ഛന്റെ ഓർമ്മ വന്നപ്പോ ഔട്ട് ഹൗസിലേക്ക് പോയിട്ടുണ്ടാവും. ഞാൻ ഔട്ട് ഹൗസിൽ നോക്കിയിട്ടാ വരുന്നത്. ഗംഗ അവിടെ ഇല്ല. ആരോടും പറയാതെ ഇവിടെ എങ്ങോട്ട് പോയതായിരിക്കും? അല്ല, അവള് ഫോൺ ചാർജ് ചെയ്തിട്ടാ പോയത്. അടുത്തെവിടെയെങ്കിലും പോയതായിരിക്കും. നിങ്ങൾ വെറുതെ ടെൻഷൻ ആവണ്ട. ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. ആ മോനെ, നിനക്ക് ഞാൻ കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വേണ്ട, ഞാൻ ഓഫീസിൽ നിന്ന് കഴിച്ചോളാം. കഷ്ടപ്പെട്ട് ആഹാരം ഉണ്ടാക്കിയതാ, എന്നിട്ട് കഴിക്കാതെ പോകുന്ന കണ്ടില്ലേ? നിന്റെ പാചകം അറിഞ്ഞില്ലേ? അതാണ് അരുണൊന്നും കഴിക്കാതെ പോയത്. എന്തടി? അവിടെ നടന്ന സംഭവമൊന്നും ഭാഗ്യത്തിന് ഗംഗ ആരോടും പറഞ്ഞിട്ടില്ല. ഗുഡ് മോർണിംഗ് സാർ. ആ, ഗംഗ എപ്പോഴാ പുറത്തു പോയെന്ന് അറിയാം നിനക്ക്? രാവിലെ ഒരു 6 മണിയായിട്ടുണ്ടാവും സാർ.
അന്നുടനെ എനിക്ക് ഫോൺ ചെയ്യാൻ പറയണം. ശരി സാർ. മറക്കാതെ പറയണം. ഓക്കെ സാർ. ശരി. അടുത്ത ആഴ്ച വീട്ടിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ പോലും ചെയ്യാതെ ഒരാഴ്ച നേരത്തെ ഇങ്ങെത്തി. അച്ഛനും അമ്മയ്ക്കും ഇന്ന് ഒരു സർപ്രൈസ് കൊടുത്തിട്ട് തന്നെ കാര്യം. ഇട്ടേ. ആരാ നോക്ക്. ആരാ നിങ്ങള്? എന്റെ വീട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യാ? ഇത് നിങ്ങളുടെ വീടാണെന്നോ? നിങ്ങളാരാ? ഞാൻ വൃന്ദ, സത്യനാരായണന്റെ മോളാ. എന്റെ അച്ഛനമ്മയ്ക്ക് എവിടെ? അതെ, ഞങ്ങൾ സത്യണ്ണന്റെ ആളുകളാ. അണ്ണൻ ഇവിടെ കാവൽ നിൽക്കാൻ ഏൽപ്പിച്ചേക്ക്. കാവല് നിൽക്കുന്നെന്നോ? എന്തിന്? ഹലോ, തന്നോടാ ചോദിച്ചത്. മാഡം, ഞങ്ങൾ അണ്ണൻ പറയുന്നത് കേൾക്കുന്നതേ ഉള്ളൂ. എന്താണെങ്കിലും മാഡം അണ്ണന് ഫോൺ ചെയ്ത് ചോദിച്ചു. എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്തായാലും അച്ഛനെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ. ആന്റി, മാളവികെ, ആന്റി ആരെങ്കിലും നിങ്ങളെ കെട്ടിയിട്ടത്? മാഡം മാഡം മാളവിക? മാഡം അയച്ചുവിടുന്നു മാഡം. പറഞ്ഞേക്ക്, അയച്ചുവിടണ്ട മാഡം. ഇതാരാന്നറിയോ? എന്റെ ആന്റിയാ. ഇതെന്റെ ആന്റിയുടെ മോള്. എന്തിനാ ഇവര് കെട്ടിയിട്ടേക്കുന്നേ? മാഡം വേണ്ട മാഡം, അണ്ണൻ അറിഞ്ഞാൽ ഞങ്ങളെ വെച്ചേക്കില്ല മാഡം. ഞങ്ങൾ പറയുന്നത് കേക്ക് മാഡം. എന്താണെങ്കിലും ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പോ. പറഞ്ഞ അനുസരിക്കില്ല. നമുക്ക് അണ്ണന് ഫോൺ ചെയ്ത് പറയാം. ബാ. ആന്റി, മാളവിക എന്താ ഉണ്ടായത്? അവര് പറഞ്ഞത് അച്ഛൻ ഇതൊക്കെ ചെയ്യിച്ചെന്നാ. എന്താ നടന്നത്? ശരിക്കും എന്താ നടന്നതെന്നൊന്ന് പറ മാളവികെ. സ്വത്ത് മോഹിച്ച് ഇങ്ങനെയൊക്കെ അച്ഛൻ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അച്ഛൻ ചെയ്തതിനൊക്കെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാം. ഞങ്ങളോട് ക്ഷമിക്കണം ആന്റി. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. വാ ആന്റി, പോവാം. ശരി മോളെ, നമുക്ക് പോകാം. ഒന്ന് വേഗം വാ. വാ ആന്റി, വാ, നമുക്ക് പോവാം. എന്ത് ധൈര്യം ഉണ്ടായിട്ടാ ഞാൻ കെട്ടിയിട്ടിരുന്നവരെ നീ അഴിച്ചുവിട്ടത്? അണ്ണാ, അവരെ പിടിച്ച് കെട്ടിയിറ. ശരിയാണോ? അവരെന്റെ വാക്ക് അനുസരിക്കാതെ പോയതുകൊണ്ടാ അവർക്ക് ഈ ഗതി വന്നത്. ഇനി നീ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പോയാ അവരുടെ കൂടെ നിന്നെ പിടിച്ച് ഞാൻ കെട്ടിയിടും. ഇപ്പൊ ഞാൻ എന്തു പറഞ്ഞാലും അച്ഛനത് അംഗീകരിക്കില്ല. ഒന്നും എതിർത്ത് പറയാതെ അച്ഛൻ പറയുന്നത് അനുസരിച്ച് പിന്നീട് ആന്റിയും മാലതിയും എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ദാ നോക്ക്, അതെന്റെ ചേച്ചിയാ. എന്റെ ചേച്ചി ആയി കഴിഞ്ഞാ നിനക്ക് ആന്റി ആയത്. എന്റെ ചേച്ചിയോട് എനിക്കില്ലാത്ത സ്നേഹം എന്തായാലും നിനക്ക് വേണ്ട. ഞാൻ പറയുന്നത് കേട്ട് എന്റെ കൂടെ വരുന്നോ അതോ അവരുടെ കൂടെ ഇവിടെ പിടിച്ചിടണോ തന്നെ? ഞാൻ അതൊന്നും ആലോചിച്ചില്ല. അറിയാതെ അവരെ കെട്ടഴിച്ചു വിട്ടുപോയി. അവരച്ഛന്റെ വാക്കുകൾ കേൾക്കാത്തോണ്ട അച്ഛൻ അവരെ കെട്ടിയിട്ടതെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത് അച്ഛനും ആന്റിയും തമ്മിലുള്ള പ്രശ്നമാ. ഇനി ഈ കാര്യത്തില് ഞാൻ ഒരിക്കലും ഇടപെടില്ല അച്ഛൻ. ഇപ്പോഴാ നിനക്ക് നല്ല ബുദ്ധി തെളിഞ്ഞത്.
ഇതുപോലെ തന്നെ ഈ കാര്യത്തില് അവസാനം വരെ നീ എന്റെ കൂടെ ഉണ്ടാവണം. എന്നാ വാ. ഇതാണ് രാജശേഖരന്റെ കൊട്ടാരം. ഇവിടെയാണ് നിന്റെ അമ്മ സീതാലക്ഷ്മിയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നീ നിന്റെ ആന്റിയുടെ മകൾ മാളവികയായിട്ട് അഭിനയിക്കണം. ഈ സ്വത്തെല്ലാം എന്റെ കയ്യിലാകുന്നത് വരെ നീ അങ്ങനെ അഭിനയിച്ചേ മതിയാവും. എല്ലാം മനസ്സിലാക്കി നടന്ന് നിനക്ക് കൊള്ളാം. കേട്ടല്ലോ? എന്നാ നടക്ക്. ശരി അച്ഛാ. അമ്മേ, എന്താടാ? ആരായിരിക്കും? വാ മോളെ. എനിക്കെങ്ങനെ അറിയാം? വാ മോളെ, നീയും അച്ഛന്റെ വീട്ടിലേക്ക് വന്നല്ലോ. ഇതരുൺ, നിന്റെ ഏട്ടനാ. ശരി, വാ മോളെ, നീ അച്ഛന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കേ. അവരുടെ രണ്ടുപേരുടെയും ശല്യം ഇവിടെ ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല. ഓരോത്തിന് മോളും കൂടെ വന്നിരിക്കുക. ഈ അന്യായമൊക്കെ കാണണമെന്ന് നമ്മുടെ തലയിലെടുത്തെങ്കിൽ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ തന്നെ ആ സീതാലക്ഷ്മിയോട് അമ്മയെന്നും പറഞ്ഞ അരുൺ എപ്പോഴും കൊഞ്ചുന്നത്. ഇപ്പതേ അനിയത്തിയും കൂടി എത്തിയല്ലോ. ഇനി ഇവളായിട്ട് അരുണിനെ എന്തൊക്കെ പറഞ്ഞാണോ മയക്കാൻ പോകുന്നത്? അല്ല, കുറ്റം പറയരുതല്ലോ. ഈ വന്നയാളെ സൂപ്പറാ കേട്ടോ. എടാ ഒന്നും മിണ്ടാതിരി, ഇവന്റെ കാര്യം. അച്ഛനില്ലെങ്കിലും ഏട്ടനായിട്ട് ഞാനുണ്ട്. നിനക്കൊരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം. നീ ധൈര്യമായിട്ടിരിക്ക. അനിയത്തി ആദ്യമായി കണ്ടതിന്റെ സ്നേഹപ്രകടനം കണ്ടില്ലേ? ഇദ്ദേഹത്തെ കണ്ടിട്ട് നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു. സത്യങ്ങളെല്ലാം പറയുന്നതാ നല്ലത്. അച്ഛൻ എന്ത് ചെയ്താലും വേണ്ടില്ല, സ്വത്തിന് വേണ്ടിയാണ് ഇവരിങ്ങനെ നാടകം കളിക്കുന്നതെന്ന് തുറന്നു പറയണം. എന്താ മാളവിക ആലോചിക്കുന്നത്? എന്താ ദൈവ കാര്യം? ഞാൻ മാളവികയാന്നല്ലേ നിങ്ങൾ കരുതിയിരിക്കുന്നത്? ഞാൻ മാളവികയല്ല, വൃന്ദയാ. അയ്യോ, എന്തീ പറയുന്നേ? ഇത് സീതാലക്ഷ്മി അല്ല, മല്ലികയാ. ഇത് സീതാലക്ഷ്മി അല്ല, മല്ലികയാ. അയ്യോ, നിങ്ങൾ കരുതുന്നത് പോലെ ഇത് ഇവരുടെ അനിയനൊന്നുമല്ല, ഭർത്താവാ. എന്റെ ദൈവമേ, എന്തൊക്കെയാ എന്റെ ഈശ്വര? ഇവരുടെ മോളാ ഞാൻ. ഇവര് പറയുന്നത് കേട്ട് വേറൊരു വഴിയില്ലാതെ മാളവികയായിട്ട് അഭിനയിക്കാൻ വന്നതാ ഞാൻ. നിങ്ങൾക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഞാൻ ഈ പറയുന്നതാണ് യാഥാർത്ഥ്യം. ഈ കൊട്ടാരത്തിന്റെ സ്വത്തുക്കളൊക്കെ മോഹിച്ച് രാജശേഖരൻ അങ്കിളുടെ ഭാര്യ സീതാലക്ഷ്മിയെയും
അവരുടെ മോള് മാളവികയെയും തമ്മലത്തുള്ള ഞങ്ങളുടെ വീട്ടിൽ കെട്ടിയിട്ടിട്ട് ഇവിടെ വന്ന് അവരെ പോലെ അഭിനയിക്കുക ഇവര്. അരുൺ, ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇവരെന്തോ നാടകം കളിക്കുകയാണെന്ന്. നീയല്ലേ വിശ്വസിക്കാഞ്ഞത്? ഇപ്പൊ കള്ളി വെളിച്ചത്തായത് കണ്ടില്ലേ? എന്ത് ധൈര്യം ഉണ്ടായിട്ടാ നമ്മുടെ കൊട്ടാരത്തിലൊന്നും നമ്മളെ തന്നെ പറ്റിക്കാൻ നോക്കുന്നത്? ഇവരെങ്ങനെ വെറുതെ വിട്ടുകൂടാ? എടാ മുരളി, എല്ലാത്തിനും അടിച്ചു വീടുന്ന് പുറത്താക്കടാ. വാടി. എന്താ അടിച്ചു മാറ്റാൻ വേണ്ടി വേഷം കെട്ടാൻ തുടങ്ങിയല്ലേ? നീ ഞങ്ങളെ ഒറ്റയ്ക്ക് ഇറങ്ങടെ ഇവിടുന്ന്. നിന്റെ അഭിനയം കൊള്ളു തിരിച്ച് സ്വത്തെല്ലാം അടിച്ചു മാറ്റാനായിട്ട് വേഷം മാറി കേറി വന്നേക്ക് രണ്ടെണ്ണം. ഇറങ്ങടെ ഇവിടെ. ഇറങ്ങടി ഇവിടുന്ന് വേഷം. ദേവി നിനക്ക് ഇത്രയും കഴിഞ്ഞു. എന്റെ അടുത്ത് വെളച്ചിലെടുക്കുന്നോടി നീ. ഇങ്ങോട്ട് പാടും. അഭിനയിച്ച് എന്റെ അരുണിനെ പാട്ടിലാക്കി സ്വത്തടിച്ചു മാറ്റാൻ നോക്കരുതല്ലേ? അവരെ വിട്. എന്നെ പറ്റിച്ചതിനും എന്റെ അമ്മയെ അനിയത്തി അടച്ചിട്ടതിനും ഇവര് ജീവനോടെ ഇരിക്കാൻ പാടില്ല. അരുൺ, വേണ്ട അരുൺ, പറയുന്നത് കേക്ക്. വേണ്ട. അയ്യോ, എന്തു പറ്റി മാളവികെ? എന്താ മോളെ? അത് അച്ഛൻ നഷ്ടപ്പെട്ട കാര്യം പെട്ടെന്നോർത്തപ്പോ അവളങ്ങനെ വിളിച്ചു പോയതാവും. ഞങ്ങൾക്കങ്ങനെ തോന്നിയില്ലല്ലോ. എന്തോ ആലോചിച്ച് പേടിച്ച് ഒച്ചയുണ്ടാക്കിയ പോലെയാ തോന്നിയത്. മാളവികയുടെ സ്നേഹം മനസ്സിലാക്കാതെ ഈ ദേവി അവളെ കളിയാക്കുന്ന കണ്ടില്ലേ അരുൺ? എന്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞേ ഉള്ളൂ. വെറുതെ എന്നെ കുറ്റപ്പെടുത്താനൊന്നും നിക്കണ്ട. ആന്റി, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? മോള് വിഷമിക്കണ്ട. അച്ഛൻ നമ്മളെ വിട്ടു പോയത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. നമുക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങൾ സഹിക്കല്ലാതെ വേറെ വഴിയില്ല. നിന്നെ ആശ്വസിപ്പിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അച്ഛൻ്റെ ഓർമ്മകളുള്ള ഈ വീട് ഇനി നിന്റെയും കൂടെ ആയിരിക്കും. ഞാൻ നിന്നോട് പിന്നെ സംസാരിക്കാം. ആദ്യം മോൾ എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. അമ്മേ, ഇവയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക. ആ ശരി മോനെ, വാ മോളെ. അതുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ. വാടി, നമുക്ക് റൂമിലേക്ക് പോവാം. വാടാ. വാ. അച്ഛൻ എനിക്ക് സമ്പാദിച്ചു തന്നതില് ഏറ്റവും വിലമതിപ്പുള്ള സ്വത്ത് എന്റെ അനിയത്തി മാളവികയാ. അച്ഛൻ എന്നെ വിട്ടു പോയെങ്കിലും ഇങ്ങനൊരു അമ്മയും അനിയത്തിയും അച്ഛൻ എനിക്ക് തന്നിട്ട് പോയില്ലേ. എനിക്കിപ്പോൾ അത് വല്ലാത്ത ആശ്വാസമാണ് അച്ഛാ. അവർക്കൊരു കുറവും വരാതെ ഞാൻ അവരെ നോക്കിക്കോളാം. വാ മോളെ.
എന്തിനാ വൃന്ദ നീ ഒച്ച ഉണ്ടാക്കിയേ? അച്ഛൻ അമ്മയോട് സീതാലക്ഷ്മി ആന്റിയായിട്ട് അഭിനയിക്കാൻ പറഞ്ഞേക്കുമല്ലേ? ഈ സത്യം ഈ വീട്ടിലുള്ളവര് മനസ്സിലാക്കിയ അച്ഛനെ അവരെന്തെങ്കിലും ചെയ്തേക്കുമെന്ന് ഞാൻ പേടിച്ചു പോയി. അത് ഓർത്തിട്ടാ കരഞ്ഞത്. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഇപ്പൊ ഞങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ആർക്കും ഒരിക്കലും നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. നീ ഇപ്പൊ അതൊന്നും ഓർത്ത് വെറുതെ വിഷമിക്കണ്ട. നീ നിന്റെ ആന്റി മാളവികയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതായി നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു. അവര് രണ്ടുപേരും നമ്മൾ പറഞ്ഞു കേട്ടിരുന്നെങ്കിൽ അവരെ ഇങ്ങനെ മുറിയിൽ അടച്ചിടേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. നീ നിന്റെ അച്ഛന് വേണ്ടി ഇപ്പൊ മനസ്സ് മാറി വന്നിരിക്കാന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിനക്ക് ഇഷ്ടമല്ലെങ്കിലും നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നേ. അത് നീ മനസ്സിലാക്കി ഞങ്ങൾ പറയുന്ന അനുസരിക്കാൻ നോക്കുമോളെ. വൃന്ദ നമ്മുടെ മോളാടി. നമുക്കെതിരായിട്ട് അവൾ ഒന്നും ചെയ്യില്ല. നീ ഇപ്പൊ അവളെ ഉപദേശിക്കാൻ നിൽക്കാതെ അവക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുത്തു കൊടുക്ക്. ആ ശരി, മോള് ധൈര്യമായിട്ടിരിക്കുക. ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. വാ.